ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? വീണ്ടും ഒരു CFLTC ഡ്യൂട്ടി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റേതായ തിരക്കുകൾ കാരണം കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡ്യൂട്ടി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാണ് ഈ കൊറോണയൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മളുടെ ഡ്യൂട്ടിയുടെ ആ ഭാരങ്ങളൊക്കെ ഒന്ന് കുറയുമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെഡ് സൈറ്റ് എന്ന് പറയുന്ന ഒരു സോംബി സർവൈവൽ ത്രില്ലർ മൂവിയുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കഥയിലേക്ക് നമുക്ക് സമയം കളയാതെ കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകൻ്റെ കണ്ണിലേക്ക് ആരോ ഒരാൾ ടോർച്ച് ലൈറ്റ് അടിച്ചിട്ട് നിനക്കൊന്നുമില്ല, നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ പേടിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഒരു ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളാവട്ടെ ഒരു തുണിയെടുത്ത് നമ്മുടെ നായകൻ്റെ കണ്ണിന് ചുറ്റുമായിട്ട് കെട്ടിവയ്ക്കുന്നു. പെട്ടെന്ന് ആ ആംബുലൻസ് നിൽക്കുന്നു. അതിനുശേഷം രണ്ടുപേർ അലറി വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. ആ ശബ്ദം കേട്ട് നമ്മുടെ നായകൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അയാൾ ഉച്ചത്തിൽ ചോദിക്കുന്നു. പക്ഷെ ആരും മറുപടി പറഞ്ഞില്ല. നമ്മുടെ ഹീറോയെ ആ ആംബുലൻസ് ബെഡിനോട് ചേർത്ത് വിലങ്ങണിയിച്ച് കെട്ടിയിട്ടാണുള്ളത്. അതായത് ഈ പോലീസുകാർ കുറ്റവാളികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണോ കൊണ്ടുപോവുക ആ രീതിയിലാണ് നായകനെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത്. നായകനാവട്ടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവിടെ ഇവിടെയൊക്കെ അടിച്ചിട്ടും തട്ടിയിട്ടും ഒക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരാളും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് ആ കൈവിലങ്ങ് കെട്ടിയിരിക്കുന്ന കമ്പി അയാൾ പൊട്ടിച്ചെടുക്കുന്നു. ആ ആംബുലൻസിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു. പക്ഷെ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ശേഷം നായകൻ ആ ആംബുലൻസിൽ നിന്ന് പുറത്തിറങ്ങി നേരെ മുന്നിലേക്ക് പോയി ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്നു. ഹോണിന്റെ ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും സഹായിക്കാൻ വന്നാലോ എന്ന് കരുതി അവൻ വണ്ടിയുടെ ഹോൺ അടിക്കാൻ തുടങ്ങി. പക്ഷെ ഒരുപാട് നേരം ഹോൺ അടിച്ചിട്ടും ഒരാളും അങ്ങോട്ടേക്ക് വന്നില്ല. ആ വണ്ടിയിൽ നിന്ന് അയാൾക്ക് ഒരു താക്കോൽ കൂട്ടം കിട്ടുന്നു. അതിൽ ഈ ആംബുലൻസിന്റെ വണ്ടി ഏതാണെന്ന് ഒരുപാട് നേരം കഷ്ടപ്പെട്ട് തപ്പിയിട്ട് അവസാനം കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിലുണ്ടായിരുന്ന വാക്കി ടോക്കി ഉപയോഗിച്ച് ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നായകൻ ശ്രമിക്കുന്നു. തപ്പി തടഞ്ഞുകൊണ്ടാണ് അയാൾ ഇതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരം നമ്മുടെ നായകൻ കഷ്ടപ്പെട്ട് നോക്കി ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഒരാളും അതിൽ നിന്നും റെസ്പോണ്ട് ചെയ്തില്ല. നമ്മുടെ നായകന്റെ കീശയിൽ ഒരു ഐ ഡ്രോപ്പ് ഉള്ളതായിട്ട് കാണിക്കുന്നു. അതുമെടുത്ത് അവൻ വണ്ടിയുടെ പിന്നിലേക്ക് തന്നെ പോകുന്നു. ശേഷം കണ്ണിൽ കെട്ടിയിരിക്കുന്ന ആ കെട്ട് അഴിച്ചു മാറ്റുന്നു. കണ്ണുകളിലേക്ക് വെളിച്ചം വീണ ഉടനെ നായകന് കണ്ണ് വളരെയധികം വേദനിക്കാൻ തുടങ്ങി. പല്ല് കടിച്ചു പിടിച്ച് അവൻ കയ്യിലുണ്ടായിരുന്ന ഐ ഡ്രോപ്പ് എടുത്ത് കണ്ണിലേക്ക് ഒഴിക്കുന്നു. ഇത് പുള്ളിക്കാരൻ ഇടക്കിടക്ക് കണ്ണിൽ ഒഴിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അയാൾക്ക് കണ്ണിന്റെ വേദന സഹിക്കാവുന്നതിലും അപ്പുറമാവും. ശേഷം പുള്ളിക്കാരൻ തന്റെ കയ്യിലേക്ക് നോക്കുന്നു. വളരെ ലൈറ്റായിട്ട് നേർത്ത രീതിയിൽ നായകന് ഇപ്പോൾ കണ്ണ് കാണാം. നമ്മുടെ ഹീറോ ജന്മനാന്തനൊന്നും അല്ല കേട്ടോ. കുട്ടിക്കാലം മുതലേ പുള്ളിക്കാരന് കണ്ണ് നന്നായിട്ട് കാണും. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ കാഴ്ച പോയത്. അങ്ങനെ മരുന്നൊക്കെ ഒഴിച്ച് വേദന കുറഞ്ഞതിന് ശേഷം നായകൻ ആ തുണി വീണ്ടും കണ്ണിന് ചുറ്റുമായിട്ട് കെട്ടുന്നു. അപ്പോൾ ആരോ ആംബുലൻസിനടുത്തേക്ക് വരുന്നു. അതൊരു സോംബിയാണെന്ന കാര്യം അറിയാതെ നമ്മുടെ നായകൻ ആംബുലൻസിന്റെ വാതിൽ തുറക്കുന്നു. സർ, ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് നായകൻ ചോദിക്കുന്നു. സോംബിക്ക് അറിയാവുന്ന ഒരേ ഒരു സഹായം അവനെ കടിക്കുക എന്നുള്ളതാണല്ലോ. ആ സോംബി നായകനെ കടിക്കാൻ ശ്രമിക്കുന്നു. ആകെ പേടിച്ച് പറിച്ചുപോയ നായകൻ അതിനെ തള്ളി മാറ്റിയിട്ട് ആംബുലൻസിന്റെ മറ്റൊരു ഡോർ വഴി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അദ്ദേഹം എങ്ങനെയൊക്കെ കൂടി ആംബുലൻസിൽ നിന്നും ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈ കിട്ടിയ ആളെ സോംബി അത്ര പെട്ടെന്നൊന്നും വിടൂലല്ലോ. അവനും പിന്നാലെ വരാൻ തുടങ്ങി. അതിനിടയിൽ ആ സോംബി താഴെ വീഴുന്നു. എന്നാലും നായകനെ പിടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ സോംബി നിലത്തുകൂടി നിരങ്ങി നായകന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നായകനാവട്ടെ എങ്ങോട്ടേക്ക് എങ്ങനെ പോകണമെന്ന് അറിയാതെ തട്ടി തടഞ്ഞ് മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് താഴെ വീണ ഒരുത്തൻ നമ്മുടെ നായകനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ, ഇവിടെ നിന്ന് ഓടിപ്പോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായകനോട് രക്ഷപ്പെടാൻ പറയുന്നു. നായകനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് തപ്പി തടഞ്ഞ് അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഡെഡ് സൈറ്റ് എന്ന് സിനിമയുടെ പേര് കാണിച്ചുകൊണ്ട് സിനിമ ആരംഭിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായികയെ കാണിക്കുന്നു. പുള്ളിക്കാരിയുടെ പേര് ജസീക്ക എന്നാണ്. പുള്ളിക്കാരി ഒരു പോലീസ് ഓഫീസറാണ്. മാത്രമല്ല ഇപ്പോൾ ഗർഭിണിയുമാണ്. ജസീക്ക രാവിലെ എഴുന്നേറ്റ് ഗ്രാമത്തിലുള്ള തന്റെ ഭർത്താവിനെ വിളിക്കുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഡ്യൂട്ടിക്ക് റെഡിയായി അവിടെ നിന്നും കാർ എടുത്ത് പുറപ്പെടുന്നു. അവൾ പോകുന്ന വഴിക്ക് അവളുടെ വയർലെസ്സിലൂടെ ആരോ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ ആരാണ്, എന്താണ്, എനിക്കൊന്ന് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ മറുഭാഗത്ത് നിന്ന് ഒരു മറുപടിയും വന്നില്ല. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ആരുമില്ലാത്ത ഒരു റോഡിലൂടെ അയാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു സോംബി അവന്റെ പിന്നാലെ വരുന്നുണ്ട്. അയ്യോ, ആരോ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വിറച്ച് അവൻ വേഗത്തിൽ മുന്നോട്ടേക്ക് നടന്നു. അതേസമയം ഒരു കാറ് അങ്ങോട്ടേക്ക് വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാറിന്റെ ശബ്ദം കേട്ട് നായകൻ തിരിഞ്ഞു നിന്ന് അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കുന്നു. ആ കാറിൽ വന്നവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടന്നു വന്നുകൊണ്ടിരുന്ന സോംബിയെ വെട്ടിവെച്ചിടുന്നു. മാത്രമല്ല നായകന്റെ പിന്നിൽ മറ്റൊരു സോംബി കൂടി എത്തി
എത്തിയിരുന്നു. അതിനെയും വെടിവെച്ചിട്ടിട്ട് വേഗത്തിൽ അവർ കാറും കൊണ്ടുപോകുന്നു. നായകനാവട്ടെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. വെടിവെച്ച് കേൾക്കുന്നു, മറ്റു ആരൊക്കെ ആക്രമിക്കാൻ വരുന്നു, എന്താണ് ഈ നാടിന് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അവൻ അവിടെ നിന്ന് വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ജെസീക്കയെ വീണ്ടും കാണിക്കുന്നു. ജെസീക്ക കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നടു റോട്ടിൽ ഒരു പെണ്ണ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ജെസീക്ക ഉടനെ തന്നെ കാർ നിർത്തുന്നു. അവൾ കാറിൽ നിന്നും ഇറങ്ങി ആ പെൺകുട്ടിയോട് മാഡം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ പെണ്ണാകട്ടെ ഒരു സോംബിയുടെ കടിയേറ്റ് സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവളെ കണ്ട ഉടനെ ജെസീക്ക വിചാരിക്കും അവൾക്ക് എന്തോ അസുഖമാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ വേഗം ഫോൺ വിളിച്ച് ഒരു ആംബുലൻസ് ഈ റൂട്ടിലേക്ക് അയക്കാൻ പറയുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ നോക്കിയിട്ട് പറയും നിങ്ങൾ വളരെയധികം തണുത്ത് വിറക്കുന്നുണ്ടല്ലോ, നിനക്ക് ഞാനൊരു ബ്ലാങ്കറ്റ് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് കാറിന് പിന്നിലേക്ക് പോയി ഡിക്കി തുറന്ന് ഒരു ബ്ലാങ്കറ്റും എടുത്ത് അവൾക്ക് കൊടുക്കാനായിട്ട് വരുമ്പോൾ അവളാകട്ടെ ഒരു ഗണ്ണ് അവളുടെ തലയ്ക്ക് നേരെ എയിം ചെയ്ത് ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുകയാണ്. നോക്കൂ മാഡം, നിങ്ങൾ ധൃതിപ്പെട്ട് തെറ്റായ ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറയൂ, നമുക്കത് സോൾവ് ചെയ്യാം എന്ന് ജെസീക്ക ആ പെണ്ണിനോട് പറയുന്നു. അത് കേട്ടതോടെ ആ പെണ്ണ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണ്ണ് നേരെ ജെസീക്കയുടെ നേരെ തിരിക്കുന്നു. പെട്ടെന്ന് ആ പെണ്ണ് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ആ സമയം മുതലെടുത്ത് നമ്മുടെ ജെസീക്ക അവളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ആ പുള്ളിക്കാരിക്ക് ഒരു വേദന എടുത്തില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി രക്തം പോലും പുറത്തേക്ക് വന്നില്ല. ആ പെണ്ണാവട്ടെ നമ്മുടെ ജെസീക്കയെ തുറിച്ചു നോക്കി. അതിനുശേഷം ജെസീക്കയുടെ കാറും എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ജെസീക്കയാവട്ടെ അന്തം വിട്ട് അത് നോക്കി നിന്നുപോയി. ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവൻ അവിടെ എവിടെയും തപ്പി തടഞ്ഞ് കഷ്ടപ്പെട്ട് അവസാനം ഒരു വീടിന് മുന്നിലെത്തുന്നു. അവൻ ആ വീടിന്റെ വിൻഡോയിൽ തട്ടിയിട്ട് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പക്ഷെ ആരും മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആ വീടിന്റെ അകത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുന്നിലേക്കായിട്ട് നടക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരു സോംബി അവനെ അറ്റാക്ക് ചെയ്യുന്നു. അവന്റെ കയ്യിലാണെങ്കിൽ വിലങ്ങണിഞ്ഞിരിക്കുന്ന ഒരു കമ്പി ഉണ്ടല്ലോ, അത് വെച്ച് ആ സോംബിയെ തടഞ്ഞു നിർത്തുകയാണ് അവൻ. ആ സോംബി ആവട്ടെ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നായകന്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ആ തുണി വലിച്ചഴിക്കുന്നു. കണ്ണിൽ സൂര്യപ്രകാശം വീണ ഉടനെ നായകന് കണ്ണ് ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി. അവനെ സോംബിയെ തള്ളി മാറ്റുന്നു. വേദന കൊണ്ട് പുളയുകയാണ് അവൻ. അപ്പോൾ ആ സോംബി വീണ്ടും അവനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ചാടി വരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന റോഡ് വെച്ച് അതിന്റെ കഴുത്തിലേക്ക് ചേർത്ത് ചുമരിനോട് ചേർത്ത് നിർത്തി തള്ളി താഴെയിട്ട് അതിനെ അടിച്ച് കൊല്ലുന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയോ കൂടി ആ വീടിന്റെ വാതിലും കണ്ടുപിടിച്ച് നായകൻ അതിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. അവന് ഭയങ്കരമായിട്ട് കണ്ണ് വേദനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു തുണിയെടുത്ത് വലിച്ചു കീറി അത് കണ്ണിന് ചുറ്റുമായിട്ട് കെട്ടിവെക്കുന്നു. ആ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ നായകൻ അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഓരോ റൂമായിട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു റൂമിൽ ഭയങ്കരമായിട്ട് നാറ്റം വരാൻ തുടങ്ങി. നാറ്റം സഹിക്കാൻ വയ്യാതെ മൂക്കം പൊത്തി പിടിച്ച് നമ്മുടെ നായകൻ ആ മുറിയിൽ പോയിട്ട് കൈവച്ച് ഓരോന്ന് ചെക്ക് ചെയ്യുന്നു. ആ സമയത്ത് അവിടെ ഒരുത്തൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നതായിട്ട് നായകന് മനസ്സിലാവുന്നു. നായകൻ ഉടനെ തന്നെ ആ മുറി വിട്ട് പുറത്തേക്ക് വരുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ജെസീക്കയെ കാണിക്കുന്നു. പുള്ളിക്കാരി വാക്കി ടോക്കിയിലൂടെ ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും റിയാക്ട് ചെയ്യുന്നില്ല. വാക്കി ടോക്കിയിൽ ആരെങ്കിലും കിട്ടുമെന്ന് ശ്രമിച്ചുകൊണ്ട് അവൾ മുന്നോട്ടേക്ക് നടക്കുകയാണ്. നമ്മുടെ ഹീറോ കണ്ണിൽ ആ മരുന്ന് ഉറ്റിച്ച് അതിനുശേഷം ഇത്ര ദൂരം നടന്നാൽ മെയിൻ ഡോർ വരും, ഇത്ര ദൂരം നടന്നാൽ സ്റ്റെപ്സ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട് മുഴുവനായിട്ട് അളന്ന് ഓർത്തു വയ്ക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ നായകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറ് അടക്കാൻ മറന്നുപോയി. അതിലൂടെ ഒരു സോംബി അകത്തേക്ക് വരുന്നു. അങ്ങനെ അടുത്ത മുറിയിൽ പോയിട്ട് എന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ വീഴുന്ന പോലെ ശബ്ദം കേൾക്കും. നായകൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുമ്പോഴാണ് താൻ ആ വാതിൽ അടച്ചിട്ടില്ല എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നത്. വേഗം തന്നെ അയാൾ ആ വാതിൽ അടച്ചിട്ട് അത് ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ പിന്നിലായിട്ട് കബോർഡും നീക്കി വെക്കുന്നു. അതിനുശേഷം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് എന്തോ ഒരു ശബ്ദം അയാൾ വീണ്ടും കേൾക്കുന്നു. ഇതേ സമയം പുറത്ത് നമ്മുടെ ജെസീക്ക ആ വീടിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നായകനാവട്ടെ ആ ശബ്ദം എന്താണെന്ന് നോക്കാൻ പോകുമ്പോൾ നേരത്തെ മുറിയിലേക്ക് കയറി വന്ന ആ സോംബി അവനെ ആക്രമിക്കുന്നു. ആ സോംബിയിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ നായകൻ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറുന്നു. ഉള്ളിൽ നടക്കുന്ന ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് ജെസീക്ക ഗണ്ണും എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് ആ ഡോറ് തള്ളി തുറന്ന് ആ വീടിനുള്ളിലേക്ക് കയറുന്നു. ആ സോംബി നമ്മുടെ ഹീറോയെ കടിച്ച് പറിക്കാൻ നോക്കുന്നതിനിടയിൽ ജെസീക്ക കറക്റ്റ് സമയത്തിന് അവിടെ വരികയും സോംബിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. വെടിവെച്ച് കേട്ടത് നായകൻ അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്നു. അപ്പോൾ ജെസീക്ക ചോദിക്കും നിനക്ക് അതിന്റെ കടി കിട്ടിയോ? അപ്പോൾ അവൻ ഇല്ല എന്ന് പറയുന്നു. ഇത് നിന്റെ വീടാണോ എന്ന് ജെസീക്ക ചോദിക്കുന്നു. അല്ല, ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഇങ്ങോട്ടേക്ക് നടന്നു കയറിയതാണ്, എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല എന്ന് നായകൻ ജെസീക്കയോട് പറയുന്നു. പേടിക്കണ്ട, ഞാനൊരു പോലീസുകാരിയാണെന്ന് ജെസീക്ക അവനോട് പറയുന്നു. ഉടനെ തന്നെ അവൻ കയ്യിലെ വിലങ്ങ് കാണിച്ചുകൊണ്ട് ഇതൊന്ന് അഴിച്ചു തരണമെന്ന് ജെസീക്കയോട് പറയുന്നു. അത് കണ്ടതോടെ ഇയാൾ ഒരു കുറ്റവാളിയാണെന്ന് ജെസീക്കയ്ക്ക് ഉറപ്പാവുന്നു. ജെസീക്ക ഒരൽപ്പം സംശയത്തോടെ നായകന്റെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷം ആ റോഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഭാഗം അഴിച്ചു മാറ്റുന്നു. ഉടനെ തന്നെ നായകൻ പറയും ഓ ഇപ്പോഴാണ് കൈയൊന്ന് ഫ്രീ ആയതെന്ന്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ജെസീക്ക എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിൽ നിന്ന് അഴിച്ചു മാറ്റിയ ഭാഗം നായകന്റെ മറ്റേ കൈയിലേക്ക് അണിയിക്കുന്നു. നായകൻ നിങ്ങൾ എന്തായി ചെയ്യുന്നത്, ഈ കൈയൊന്ന് അഴിച്ചു തരൂ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. നിങ്ങൾ എവിടെ അനങ്ങാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കും എന്ന് ജെസീക്ക അവനോട് ദേഷ്യപ്പെടുന്നു. ഹീറോ ഒന്നും മിണ്ടാതെ ജെസീക്ക പറഞ്ഞതുപോലെ അവിടെ തന്നെ ഇരിക്കുന്നു. അതിനുശേഷം ജെസീക്ക അവൾ വെടിവെച്ചു വന്ന ആ സോംബിയില്ലേ അതിനെ വലിച്ചഴിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയിടുന്നു. അതിനുശേഷം ഈ വീട് സേഫ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ മുറികളായിട്ട് അവൾ
സെർച്ച് ചെയ്യുന്നു. അതിനിടയിൽ ഒരുത്തൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ, ആ ശവശരീരം കാണുന്നു. അയാളുടെ കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. ജെസിക്ക എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പുതപ്പെടുത്തിട്ട് ആ ശവശരീരം മൂടി വെച്ച് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ആ വീടിന്റെ ബാൽക്കണിയിലേക്ക് പോയിട്ട് പുറംഭാഗമൊക്കെ നോക്കുന്നു. ആ സമയത്ത് ഒരു സോംബി അങ്ങോട്ടേക്ക് വരുന്നു. അത് കണ്ട് പേടിച്ച് ജെസിക്ക അവിടെ നിന്നും ഉള്ളിലേക്ക് പോകുന്നു. ശേഷം ആ വീടിന് ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ചെക്ക് ചെയ്ത് അതാണ് സേഫ് എന്ന് മനസ്സിലാക്കിയിട്ട് ജെസിക്ക നേരെ നായകന്റെ അടുത്തേക്ക് വരുന്നു. വാ പോവാം എന്ന് അവൾ പറയുന്നു. എങ്ങോട്ടേക്കാണെന്ന് നായകൻ ചോദിക്കുന്നു. ഈ വീടിന് ഒരു ബേസ്മെന്റ് ഉണ്ട്, അവിടെ ഇരിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി ബേസ്മെന്റിലേക്ക് പോകുന്നു. നിങ്ങളെ ആക്രമിച്ചത് സോംബികളാണ്, അതിന്റെ കടിയേറ്റാൽ നമ്മളും സോംബികളായി മാറുമെന്ന് ജെസിക്ക നായകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മുടെ നായകൻ ജെസിക്കയോട് പറയും, നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി, എന്റെ ഭാര്യയും ഇപ്പോൾ പ്രഗ്നന്റ് ആണ്, ഉടനെ തന്നെ എനിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുമെന്ന് നായകൻ അവളോട് പറയുന്നു. അപ്പോൾ ജെസിക്ക ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് ഒരു ആൺകുഞ്ഞായിരിക്കുമെന്ന്. അങ്ങനെ അവർ കുറെ നേരം സംസാരിച്ചിരിക്കുന്നു. ജെസിക്ക നായകനോട് ഇവിടെ എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ പറയും, എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് ബോധം വന്നപ്പോൾ ഞാനൊരു ആംബുലൻസിലാണ്, അതിനുള്ളിൽ വെച്ച് ഒരു സോംബി എന്നെ ആക്രമിച്ചു, അതിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്നതാണ് ഇങ്ങോട്ടേക്ക് എന്ന് നായകൻ പറയുന്നു. ആ ആംബുലൻസും എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് ജെസിക്ക പ്ലാൻ ചെയ്യുന്നു. കുറെ നേരമായല്ലോ സംസാരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ നായകന്റെ മേലെ ജെസിക്കയ്ക്ക് ഒരു വിശ്വാസമൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കൈവിലങ്ങ് അഴിച്ചു മാറ്റുന്നു. എന്റെ കൂടെ തന്നെ ഉണ്ടാവണം, നിന്റെ കൈ എന്റെ ഷോൾഡറിലേക്ക് വെച്ചോളൂ, എന്റെ പിന്നാലെ തന്നെ നടന്നു വരണമെന്ന് പറഞ്ഞ് നായകനെയും കൂട്ടി ജെസിക്ക ആ വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവർ മുന്നോട്ടേക്ക് നടക്കുന്നതിനിടയിൽ ഒരു സോംബി അവരെ ആക്രമിക്കാൻ വരുന്നു. ജെസിക്ക അതിനെ വെട്ടിവെച്ച് കൊല്ലുന്നു. നായകനാവട്ടെ ജെസിക്ക എന്താ പറ്റിയത്, എവിടെയുള്ളത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ ജെസിക്കയ്ക്ക് ഒരു കാര്യം ബോധ്യമായി, കണ്ണു കാണാത്ത നായകനെയും കൊണ്ട് ഇവിടെ നിന്നും സേഫ് ആയിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അവർ വീണ്ടും വീടിന്റെ ബേസ്മെന്റിലേക്ക് കയറുന്നു. അവിടെ വെച്ച് ജെസിക്ക പറയും, ഇനി എന്റെ തോക്കിൽ 2 ബുള്ളറ്റേ ഉള്ളൂ. അപ്പോൾ നായകൻ പറയും, 2 ബുള്ളറ്റോ, ഇത് വെച്ചിട്ട് നമ്മളെങ്ങനെ ഇവിടെ നിന്നും പുറത്തു പോകും? അപ്പോൾ ജെസിക്ക പറയും, എനിക്ക് പോകാൻ പറ്റും, പക്ഷെ നിന്നെയും കൊണ്ട് പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് പോകുന്നു. അതിനുശേഷം വാക്കി ടോക്കി എടുത്ത്, ഈ സന്ദേശം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആംബുലൻസ് തേടി ഇറങ്ങുകയാണ്, പോകുന്ന വഴിയിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഫാം ഹൗസിൽ ഒരു അന്ധനായ യുവാവുണ്ട്, അയാളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്നും എന്തെങ്കിലും ആയുധം കിട്ടുമോ എന്നറിയാൻ സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു കത്തി അവൾക്ക് ലഭിക്കുന്നു. അതോടൊപ്പം ആ വീടിന് വെളിയിൽ വെച്ച് ഒരു മഴുവും അവൾക്ക് ലഭിക്കുന്നു. അവൾ ആ മഴുവെടുത്ത് നായകനെ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇത് നിന്റെ സേഫ്റ്റിക്ക് വെച്ചോളൂ, ഇപ്പോ ഞാൻ മാത്രം ആ ആംബുലൻസിന്റെ അടുത്തേക്ക് പോകാം, അതും എടുത്തു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഈ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാം, ഇവിടെ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞ് ജെസിക്ക അവിടെ നിന്നും പുറപ്പെടുന്നു. ജെസിക്ക പോയതിനു ശേഷം നായകൻ ആ ബേസ്മെന്റിൽ നിന്നും മുകളിലേക്ക് വന്ന് തന്റെ കണ്ണിലേക്ക് മരുന്ന് ഒഴിച്ചതിന് ശേഷം അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. ഇപ്പോൾ നമ്മുടെ ജെസിക്കയെ കാണിക്കുന്നു. അവൾ നടന്ന് ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വാക്കി ടോക്കിയിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതേസമയം നമ്മുടെ ഹീറോ എന്തോ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. കണ്ണാടി ചില്ലുകൾ തകരുന്ന ശബ്ദം. ഒരു സോംബി ജനലുകൾ പൊട്ടിച്ച് ആ വീടിനുള്ളിലേക്ക് കയറി വരുന്നു. നായകൻ പേടിച്ച് വിറച്ച് തപ്പിത്തടഞ്ഞ് അവിടെ നിന്നും ഓടുന്നു. ആ സോംബി ആവട്ടെ പിന്നാലെ വരികയും ചെയ്യുന്നു. എങ്ങനെയൊക്കെയോ കൂടി അവൻ ആ മഴുവും എടുത്തിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോ മറ്റൊരു സോംബി അവന്റെ നേരെ വരുന്നുണ്ട്. ആ സോംബി അടുത്തെത്തിയതും നായകൻ അതിന്റെ വയറ് വെട്ടിക്കീറുന്നു. അത് താഴെ വീണപ്പോ അതിന്റെ തല വെട്ടിപ്പൊളിച്ച് അതിനെ കൊല്ലുന്നു. എന്നിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അയാൾക്ക് താൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ഒരു പിടിയുമില്ല. ഒരു കാട്ടുവഴിയിലൂടെയൊക്കെ നടന്ന് ഒരുപാട് ദൂരം അയാൾ താണ്ടി അവസാനം കാടിനുള്ളിലായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീടിനടുത്ത് അയാൾ എത്തുന്നു. അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് കണ്ണിലെ തുണി അഴിച്ച് കണ്ണിൽ മരുന്നൊഴിച്ച് ആ മരുന്ന് കുപ്പി തൊട്ടടുത്തായി വെക്കുന്നു. അതിനുശേഷം തന്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ വളരെ മങ്ങിയ രീതിയിൽ അയാൾക്കിപ്പോൾ കൈകൾ കാണാം. പൊടുന്നനെ കാടിനുള്ളിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. തപ്പിയപ്പോൾ കിട്ടിയ ഒരു സാധനം എടുത്ത് അത് ആയുധമായിട്ട് നായകൻ കയ്യിൽ പിടിക്കുന്നു. ഒരു സോംബി അവനെ ആക്രമിക്കാൻ വരുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ട് അതിനെ തിരിച്ചാക്രമിക്കാൻ റെഡിയായി നിൽക്കുകയാണ് നമ്മുടെ നായകൻ. പെട്ടെന്ന് ആ സോംബി താഴേക്ക് വീഴുന്നു. അതിന്റെ കഴുത്തിലേക്ക് മൂർച്ചയേറിയ ആ സാധനം വെച്ച് അവൻ കുത്തിയിറക്കുന്നു. ഇപ്പൊ നമ്മുടെ ജെസിക്ക നടന്ന് ഒടുവിൽ ആ ആംബുലൻസിനടുത്തെത്തി. ഗണ്ണെടുത്ത് ആ ആംബുലൻസിനടുത്തേക്ക് അടിവെച്ച് പോവുകയാണ് അവൾ. പെട്ടെന്ന് ഒരു സോംബി അവളെ ആക്രമിക്കാൻ വരുന്നു. അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബുള്ളറ്റ് മിസ്സായി അതിലെ ബുള്ളറ്റുകൾ തീരുന്നു. ആ സോംബി അവളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് ചാടി വരുന്നു. ജെസിക്ക അതിനെ എങ്ങനെയൊക്കെ കൂടി തള്ളി മാറ്റുന്നു. താഴെ വീണ അതിന്റെ തല ഒരു വലിയ കല്ലിലിടിച്ച് ആ സോംബി മരിക്കുന്നു. ജെസിക്ക വേഗം ആംബുലൻസിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. ദേഷ്യവും സങ്കടവും ഒക്കെ അവൾക്ക് ഒരുമിച്ച് വന്നു. അവൾ നേരെ ആംബുലൻസിന്റെ പിന്നിലേക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കുന്നു. പക്ഷെ ഒരു സാധനവും അവൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അവിടെ വെച്ച് ജെസിക്കയ്ക്ക് നമ്മുടെ ഹീറോയുടെ ഫയല് കിട്ടുന്നു. അതിൽ നിന്നും നമ്മുടെ നായകന്റെ പേര് ബെൻ എന്നാണെന്ന് നായികയ്ക്ക് മനസ്സിലാവുന്നു.
അതിനുശേഷം ജെസീക്ക ആ ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അതിന്റെ വാതിലടയ്ക്കുമ്പോൾ ഒരു സോംബി അവളെ ആക്രമിക്കാൻ വരുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ജെസീക്ക അതിനെ വെട്ടിക്കൊല്ലുന്നു. ശേഷം ജെസീക്ക അവിടെ നിന്നും വീണ്ടും പഴയ വീട്ടിലേക്ക് വരുന്നു. ഹീറോയെ അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും എവിടെയും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ജനലിന്റെ ചില്ലുകൾ ഉടഞ്ഞിരിക്കുന്നത് നായിക കാണുന്നത്. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ശേഷം നായിക ആ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവന്റെ അടുത്തേക്ക് പോയിട്ട് ആ ഗണ്ണ് എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ നായകനെ കാണിക്കുന്നു. അവൻ നടന്ന് ഒരു വാനിന്റെ അടുത്തെത്തിയിരിക്കുന്നു. അതിന് ചുറ്റുമായിട്ട് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മങ്ങിയ നിറത്തിൽ അത് കണ്ടപ്പോൾ നായകൻ വിചാരിച്ചു ഒരു വീടാണെന്ന്. അങ്ങനെ അതിന്റെ അടുത്തേക്ക് പോകുന്നു. ഹലോ, ആരെങ്കിലും ഉണ്ടോ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ കരഞ്ഞ് സഹായം ചോദിക്കുന്നു. ഉടനെ തന്നെ ഒരുത്തൻ വാനിൽ നിന്നും ഗണ്ണുമായിട്ട് പുറത്തേക്ക് വരുന്നു. നായകൻ ഒരു സോംബിയാണെന്ന് കരുതി അവനെ വെടിവെച്ചിടുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. രാവിലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജെസ്സിക്ക ആവട്ടെ നായകനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവൻ ആ വാനിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. രാത്രി ആ ബുള്ളറ്റ് ജസ്റ്റ് മിസ്സായി നമ്മുടെ നായകന്റെ ഷോൾഡറിൽ ടച്ച് ചെയ്ത് പോവുക മാത്രമാണ് ചെയ്തത്. പേടിച്ച് അവൻ ബോധം കെട്ടുപോയതാണ്. വെടിവെച്ചവൻ ഹീറോയ്ക്ക് കുടിക്കാൻ കുറച്ച് ബ്രാൻഡി കൊടുക്കുന്നു. നായകനും അത് വാങ്ങി കുടിക്കുകയും ചെയ്യുന്നു. അയാളാവട്ടെ സോംബി വൈറസിനാൽ അഫക്റ്റ് ആയിരിക്കുകയാണ്. അയാൾ കുറച്ചായിട്ട് സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് അതൊന്നും കാണാൻ പറ്റില്ലല്ലോ. നിങ്ങളെ സോംബിയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വെടിവെച്ചത്, അതിന് സോറി എന്ന് അയാൾ നായകനോട് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല എന്ന് നായകനും പറയുന്നു. ഉടനെ തന്നെ അവൻ അകത്തേക്ക് പോയിട്ട് ഒരു ഗണ്ണെടുത്ത് വന്നിട്ട് നായകന് കൊടുക്കുന്നു. ഞാൻ സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നീ എന്നെ ഷൂട്ട് ചെയ്യൂ എന്ന് അയാൾ നായകനോട് പറയുന്നു. അയ്യോ, എനിക്ക് പറ്റില്ല എന്ന് നായകൻ മറുപടി പറയുന്നു. ഞാൻ സോംബിയായി മാറിയതിനു ശേഷം നീ തന്നെ അത് ചെയ്തോളും എന്നും പറഞ്ഞിട്ട് അയാൾ കുറച്ച് ദൂരേക്ക് മാറിയിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 2 സോംബികൾ ആ വാനിന്റെ അടുത്തേക്ക് വരുന്നത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അവൻ ജനല് തല്ലിപ്പൊളിച്ച് അതുവഴി ആ സോംബികളെ വെടിവെക്കുന്നു. അപ്പോഴേക്കും അകത്തുണ്ടായിരുന്നവനും സോംബിയായി മാറി ഹീറോയെ ആക്രമിക്കാൻ നോക്കുന്നു. അവൻ ആ സോംബിയെ തള്ളി മാറ്റി മറ്റൊരു മുറിയിലേക്ക് പോയിട്ട് അതിന്റെ വാതിലടയ്ക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ജെസ്സിക്കയെ കാണിക്കുന്നു. അവളിങ്ങനെ നായകനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കില്ലേ എന്ന്. അപ്പോൾ ആ പൊളിഞ്ഞു വീഴാറായ വീടിനടുത്ത് നായകന്റെ മരുന്ന് കുപ്പി ജെസ്സിക്ക കാണുന്നു. ബെൻ ഇവിടെ അടുത്തെവിടെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നു. ഇതേസമയം നമ്മുടെ ഹീറോ ആവട്ടെ ആ വാനിന് ചുറ്റും സോംബികൾ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജെസ്സിക്കയും ആ സമയം കൊണ്ട് നടന്ന് അങ്ങോട്ടേക്ക് എത്തി. ബെൻ, നീ ഇവിടെ ഉണ്ടോ എന്ന് അവൾ ഉച്ചത്തിൽ ചോദിക്കുന്നു. അതോടെ ജെസ്സിക്ക അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് ബെന്നിന് മനസ്സിലാവുന്നു. ആ വാനിനടുത്തുണ്ടായിരുന്ന 2 സോംബികളെ ജെസ്സിക്ക വെടിവെച്ച് കൊല്ലുന്നു. ആ ശബ്ദം കേട്ട് വാനിനുള്ളിലുണ്ടായിരുന്ന ആ സോംബി കൂടി പുറത്തേക്കിറങ്ങി ജെസ്സിക്കയെ ആക്രമിക്കാൻ വരുന്നു. ജെസ്സിക്ക അതിനെ വെടിവെക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആ തോക്കിൽ വേറെ ഉണ്ടയില്ല. അത് ജെസ്സിക്കയുടെ അടുത്തെത്തി അവളെ ആക്രമിക്കാൻ നോക്കിയപ്പോഴേക്കും ബെൻ പുറത്തേക്ക് വന്ന് അതിനെ കൃത്യമായി ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. രണ്ടുപേരും ജീവനോടെ വീണ്ടും കണ്ടുമുട്ടിയതോർത്ത് പരസ്പരം നോക്കി ചിരിക്കുന്നു. ശേഷം രണ്ടുപേരും അവിടെ നിന്ന് വീണ്ടും പുറപ്പെടുന്നു. അവിടെ നിന്ന് നടന്ന് അവർ ഒരു വലിയ ബിൽഡിങ്ങിനടുത്തെത്തുന്നു. അതിനുള്ളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് അവിടെ സേഫ് ആയിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ജെസ്സിക്കയ്ക്ക് ലേബർ പെയിൻ തുടങ്ങി. അതേസമയം തന്നെ ഒരുപാട് സോംബികൾ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി വരാൻ തുടങ്ങി. ആ സോംബികളൊക്കെ വരുന്നത് മനസ്സിലാക്കിയ ഹീറോ ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല എന്നും പറഞ്ഞ് ജെസ്സിക്കയും കൂട്ടി അവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുന്നു. അവർ നടക്കുന്ന വഴിയിൽ ഇഷ്ടം പോലെ സോംബികളെ കാണുന്നു. പക്ഷെ അതിന്റെ പിടിയിൽ പെടാതെ അവർ രക്ഷപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. കുറച്ചു ദൂരമായപ്പോഴേക്കും ജെസ്സിക്കയ്ക്ക് വേദന സഹിക്കാൻ വയ്യാതെയായി. അപ്പോഴേക്കും ഒരുപാട് സോംബികൾ അവരെ ആക്രമിക്കുന്നതിനായി അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. നമ്മുടെ ഹീറോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ഡോറ് കണ്ടുപിടിച്ച് ജെസ്സിക്കയെ അതുവഴി പുറത്തേക്ക് അയക്കുന്നു. ഈ സോംബികളൊക്കെ വെളിയിൽ വരാതെ ഞാൻ നോക്കിക്കോളാം, നീ ഇവിടെ നിന്ന് പോവാൻ നോക്കുമെന്ന് പറഞ്ഞ് നായകൻ ജെസ്സിക്കയോട് രക്ഷപ്പെടാൻ പറയുന്നു. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് ജെസ്സിക്ക പറയുന്നു. അത് കേൾക്കാൻ നിൽക്കാതെ നായകൻ ആ ഡോറ് ക്ലോസ് ചെയ്യുന്നു. ശേഷം നായകൻ തന്റെ കയ്യിലുള്ള ഗണ്ണ് ഉപയോഗിച്ച് ആ സോംബികളെയൊക്കെ വെട്ടിവെച്ച് കൊല്ലുന്നു. ജെസ്സിക്കയാവട്ടെ വേദനയോടെ അവിടെ നിന്നും നടന്നു പോകുന്നു. ഒരു റോഡിനടുത്ത് എത്തിയപ്പോഴേക്കും അവൾ മയങ്ങി വീഴുന്നു. അതേസമയം തന്നെ അതുവഴി പോവുകയായിരുന്ന ഒരു കാറ് ജെസ്സിക്കയെ കണ്ട് അവിടെ നിർത്തി. അതിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്ന് അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഹീറോ ആവട്ടെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സോംബികളെയും വെടിവെച്ച് കൊല്ലുന്നു. ഹീറോയ്ക്കും ഒന്നും സംഭവിച്ചില്ല. അവൻ ആ ബിൽഡിങ്ങിനുള്ളിൽ സേഫാണ്. ഇപ്പൊ നമ്മുടെ ജെസ്സിക്ക കാറിൽ വെച്ച് തന്നെ പ്രസവിക്കുന്നു. കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട് അവൾ സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കുന്നു. ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സിനിമ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ സിനിമയും ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകൾക്ക്, അതായത് കൃത്യമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ തെറ്റ് നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഞാൻ തീർച്ചയായും ഉടനെ തന്നെ ഈ ഡ്യൂട്ടിയിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓഫ് എടുക്കുന്ന സമയത്ത് തീർച്ചയായും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ